ഈ പ്രതിഷേധ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ളൊരു പൊതുവികാരം കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. എന്തിനാണ് പിണറായി സർക്കാർ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ ഇത്രമാത്രം നീചമായ രീതിയിൽ അടിച്ചമർത്തുന്ന ഒരു രീതി? അതെന്തിനാണ് അത്രയൊക്കെ ഒരു ആക്രമണത്തിന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? ഇപ്പം രണ്ട് കാര്യങ്ങൾ. ഒന്ന് പോലീസിന്റെ അതിക്രമം, പിന്നെ പോലീസ് അക്രമം നടത്തുന്നത് ഭയപ്പെട്ടിട്ടാണ്. ഇത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങൾ കാണേണ്ടത്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് അവസാനിക്കുന്ന ദിവസം അതിൻ്റെ തലേന്നോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടത്തി. ആ സമരം കണ്ടോൺമെന്റ് SHO അദ്ദേഹത്തിൻ്റെ വായ്ക്കുള്ളിൽ നിന്ന് ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. പൂജപ്പുര CI തല തകർന്ന് ചോരയൊലിച്ച് നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. ആ സമരത്തിൽ ഒരു ഗ്രനേഡ് പൊട്ടിയിട്ടില്ല, ഒരു ഗ്രനേഡ് പോലീസ് എറിഞ്ഞില്ല, ഒരു ഷെല്ല് പ്രയോഗിച്ചില്ല, കണ്ണീർ വാതകം ആ സമരത്തിൽ പ്രയോഗിച്ചില്ല, ലാത്തി ചാർജ് ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല, എയർ ബുള്ളറ്റ് പ്രയോഗിച്ചില്ല, ആകാശത്തേക്ക് വെടിവെച്ചില്ല, നേർക്ക് നേർ വെടിവെച്ചില്ല, ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചില്ല. ഇതൊന്നും ഉപയോഗിക്കാതെ തല്ല് കൊണ്ടു നിന്ന പോലീസിന്റെ സമരാനുഭവം ഉണ്ടായത് നമ്മളിവിടെ ഒത്തുചേരുന്നത് കുറച്ച് ആഴ്ചകൾക്ക് പുറകിലാണ്. എന്നിട്ട് അതിപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ചെയ്യായിരുന്നത്? തല്ല് കൊള്ളുന്ന നല്ല സുഖമുള്ള ഏർപ്പാടായിട്ടാ? അല്ലെങ്കിൽ SHOയും DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ മർദ്ദനമേറ്റ് വാങ്ങേണ്ടി വരുമ്പോൾ നിശബ്ദരായി നിർനിമേഷരായി സമരാഭാസത്തിന് നിന്നു കൊടുക്കുക എന്ന് പറയുന്നത് കൊള്ളാവുന്ന കാര്യമായതുകൊണ്ടാണോ? അല്ല. ആ സമരത്തോട് സർക്കാർ അതുവഴി പോലീസ് സ്വീകരിച്ച സമീപനം അതാണ്. നിങ്ങൾ ഞാനിതൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ട വന്നൊരു ഭൂതകാലം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് മാധ്യമങ്ങൾക്ക് ആർക്കും നൊന്തില്ല. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കാർക്കും ഇതൊരു ക്രൂരതയോ നരനായിട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയട്ടെ, കേരളത്തിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വനിതയായിരുന്നു. ഗ്രനേഡ് എറിഞ്ഞ് കാല് തകർന്നു പോയിട്ടുണ്ട്. കയ്യിൽ പിടിച്ച സ്ട്രെച്ചറുമായി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കേരളത്തിന്റെ ക്യാമ്പസിലൂടെ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനം തോന്നിയോ ഒരു പെൺകുട്ടിക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞ് അവരുടെ കാല് തകർത്ത് അവരെ സ്ട്രെച്ചറിലാക്കാൻ പര്യാപ്തമാക്കിയ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ്, അതിന്റെ കീഴിലെ പോലീസ്, അതിന്റെ അതൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. അത് വലിയ വാർത്തയുമായിരുന്നു. അവർക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങൾ. എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. പറയട്ടെ, അതിന് നേതൃത്വം നൽകിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എത്ര മാധ്യമങ്ങൾ ആ ആഭ്യന്തരമന്ത്രിയുടെ നരമേധത്തെ സംബന്ധിച്ച്, ആ ആഭ്യന്തരമന്ത്രിയുടെ മനുഷ്യത്വ വിരുദ്ധതയെ സംബന്ധിച്ച് വാർത്ത എഴുതിയിട്ടുണ്ട്? കേരളത്തിൽ ഏറെ അകലെയല്ല, കുറച്ച് വർഷങ്ങൾക്ക് പുറകിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിൽ ഒരു വിദ്യാർത്ഥി സമരം നടന്നു. ആ വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം നൽകിയ മനുഷ്യൻ അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. തൻ്റെ ശാരീരിക അസ്വസ്ഥതകളെ കവച്ച് കിടന്നുകൊണ്ടാണ് അദ്ദേഹം SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയത്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി മൂവ്മെന്റ് ആണല്ലോ. അദ്ദേഹത്തിന് നേരെ വെടിവെച്ചു. അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം വെടിവെക്കാൻ പരിശീലനം നേടിയെടുത്ത, അല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഷ കടമെടുത്താൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊല്ലാൻ തോക്കുകൊടുത്ത് അയച്ച അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് വേണ്ട ഉന്നം തെറ്റാതെ വെടിവെക്കാൻ അറിയാൻ മേലാത്തൊരു പോലീസ് തന്നെ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? എത്ര മാധ്യമങ്ങൾ വാർത്ത എഴുതി SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊല്ലാൻ ശ്രമിച്ചതിനെ കുറിച്ചും? ആ വെടിവെച്ച DYSP പേരറിയോ ആരായിരുന്നു ആ DYSP എന്ന് നമ്മൾ ഓർമ്മിക്കണം. പണ്ടൊന്നുമല്ല, 2016 പുറകിലാണ്, കുറച്ച് ചെറിയ വർഷങ്ങൾക്ക് പുറകിലാണ്. DYSP രാധാകൃഷ്ണപിള്ള. അന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറയാം. എന്തായിരുന്നു? ഞാൻ കൊല്ലാൻ വേണ്ടി തന്നെ ആകാശത്തേക്കല്ല നേർക്ക് നേരെ വെടിവെച്ചതാണ്. ആരെയാണ് വെടിവെച്ചത്? 2016 പുറകിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് വെടിവെച്ചത്. വെടിവെക്കാൻ തോക്ക് കൊടുത്തയച്ച ആഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ച് അരക്കോളം വാർത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രമാധ്യമത്തിൽ വന്നതായിട്ട് അങ്ങേക്ക് കാണിക്കാൻ കഴിയുമോ? അതിനെ സംബന്ധിച്ച് ഒരു 10 മിനിറ്റ് ചർച്ച, പ്രൈം ന്യൂസ് അവരുടെ ഡിബേറ്റുകളൊന്നും വേണ്ട, അതൊക്കെ 1 മണിക്കൂർ എടുക്കുമല്ലോ. 10 മിനിറ്റ് ചർച്ച അംഗവൈകല്യം ഉണ്ടായിരുന്ന, എന്നാൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ വെടിവെച്ച് കൊല്ലാൻ തോക്ക് കൊടുത്തയച്ച ആഭ്യന്തരമന്ത്രിയുടെ ക്രൂരതയെ സംബന്ധിച്ച് 5 മിനിറ്റ് വാർത്ത ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമത്തിൽ വന്നായിട്ട് കാണാൻ കഴിയും? ആർക്കൈവ് ഉണ്ടല്ലോ ഇപ്പോൾ, 2016 സംഭവമല്ലേ? എവിടെയുമില്ല. ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച ആളുകളെ തല്ലിയിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ലാത്തി കേരള പോലീസിനില്ല. ഇതിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും പ്രയോഗം ഉണ്ടായിട്ടുണ്ടോ? പെൺകുട്ടികളുടെ കാല് അടിച്ചൊടിച്ച് അവർക്ക് റിമാൻഡിൽ കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. വീട്ടിൽ കയറി പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ കാലയളവിലും എവിടെയും ആർക്കും പൊള്ളലേറ്റതായി ഞങ്ങളുടെ അനുഭവത്തിൽ എവിടെയുമില്ല. അപ്പോൾ സമരങ്ങളെ വിലയിരുത്തേണ്ടത് ചരിത്രപരമായി കൂടെയാണ്. 5 പേരെ വെടിവെച്ച് കൊന്നുകളഞ്ഞ 94 അനുഭവമുണ്ട്. ഞാൻ ആ വിശാലതയിലേക്ക് പോകുന്നില്ല. ഞാൻ 2016 അനുഭവമാണ്